ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് എസ്റ്റിമേറ്റ് കളക്ഷനിലേക്ക് ട്രാക്കിംഗ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ബ്രോമാൻസ് എന്ന സിനിമയുടെ പതിവ് പോലുള്ള ഏറ്റുമതി കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 28 ലക്ഷത്തിൽ പരമാണെങ്കിൽ ഇന്ന് 10 ലക്ഷത്തിനടുത്താണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നും സിനിമയ്ക്ക് 20-25 ലക്ഷം റേഞ്ചിൽ കേരള ഗ്രോസ് ഉണ്ടാക്കും. വാലന്റൈൻ ദിനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയായ ചിത്രം 8.50 കോടി കേരളത്തിൽ കളക്ഷൻ നേടിയിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല. 15 കോടി കടന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃത്യമായ കണക്കുകൾ കേട്ട് കാത്തിരിക്കൂ. ഇതിനിടയിൽ സിനിമ വിജയിച്ചോ എന്ന് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. നിലവിൽ സിനിമയുടെ വെർഡിക്റ്റ് അപ്ഡേറ്റും പുറത്തു വന്നിട്ടില്ല. ചാവ ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി വമ്പൻ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണല്ലോ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 334 കോടി 51 ലക്ഷം സിനിമ ഇന്ത്യയിൽ മാത്രം നെറ്റ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 450 കോടി പിന്നിട്ടിരിക്കുകയാണ്. ഇന്നോ നാളെയോ കൊണ്ട് തന്നെ 500 കോടിയിലേറെ സിനിമ വേൾഡ് വൈഡ് ഗ്രോസും ഉറപ്പാക്കിയിട്ടുണ്ട്. കാത്തിരിക്കൂ ബോളിവുഡ് സിനിമയുടെ കൂടുതൽ കളക്ഷനായിട്ട്. ധനുഷ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ നിലാവക്ക് എന്മേൽ എന്നടി കോപം തിയേറ്ററുകളിലെ ആദ്യ വീക്കെൻഡ് പിന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ വരെ പ്രതീക്ഷിച്ച പോലെ 5 കോടി വേൾഡ് വൈഡ് ഗ്രോസ് സിനിമ നേടിയെടുത്തിരിക്കുന്നു. അത്ര മികച്ച തുടക്കം സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതേസമയം നീക്കിനോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് എത്തിയ ഡ്രാഗൺ വെറും 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ വമ്പൻ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നു. ഇന്നലെ എസ്റ്റിമേറ്റ് ചെയ്തതുപോലെ തന്നെ 3 ദിവസങ്ങൾ കൊണ്ട് 50 കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് പ്രദീപ് രംഗനാഥൻ സിനിമ ബോക്സ് ഓഫീസിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. 50 കോടി 22 ലക്ഷം രൂപയാണ് 3 ദിവസത്തെ സിനിമയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ. സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്ക് കൂടുതൽ കളക്ഷനായിട്ട്. ഇതിനിടയിൽ വിഘ്നേഷ് ശിവൻ സിനിമ കൂടി കളിച്ചു പിടിച്ചാൽ വേറെ ലെവലിലേക്ക് പ്രദീപിന്റെ സ്റ്റാർഡം ഉയരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. വിടാമുയർച്ച എന്ന സിനിമയുടെ ഏറെക്കുറെ ഫൈനൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് OTT പ്രഖ്യാപനം വന്ന അജിത്ത് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് നിലവിൽ പല പേജസ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 135 കോടി 138 കോടിക്ക് ഇടയിലാണ്. അപ്പോൾ 150 കോടി രൂപ പോയിട്ട് 140 കോടി കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെടാനായിട്ട് പാടുപെടുകയാണ്. നിലവിൽ സിനിമ ബഡ്ജറ്റ് ബേസിലാണെങ്കിലും തിയേറ്റർ റൈറ്റ്സ് ബേസിലാണെങ്കിലും തിയേറ്ററുകളിലെ വൻ പരാജയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 180 കോടി 200 കോടി റേഞ്ചിലാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ് വിവരം. അപ്പോൾ ലൈക്ക സിനിമ വൻ പരാജയമായി മാറിയിരിക്കുന്നു. ഇനി ഗുഡ് ബാഡ് അഗ്ലിയിലൂടെ അജിത്ത് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്ക്.